വൈക്കം ക്ഷേത്രത്തിലെ ഭീമൻ ആൽമരം ഇപ്പോൾ നിലംപൊത്തിയിരിക്കുന്നു. ആൽത്തറയ്ക്കും വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. ശക്തമായ കാറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ഓടുകളും പറന്നുപോയിരുന്നു. നിതിൻ തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നിതിൻ, എത്രത്തോളം കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കാറ്റിലും മഴയിലും? ഇന്നലെ മുതൽക്ക് തന്നെ ശക്തമായ മഴ വീണ്ടും കോട്ടയം ജില്ലയുടെ പല ഭാഗത്തും ലഭിച്ചു തുടങ്ങിയിരുന്നു. ഇടവിട്ട മഴയാണ്, പക്ഷേ ശക്തമായി തന്നെ ഈ ഇടവിട്ട് പെയ്യുന്ന സമയത്തെല്ലാം ശക്തമായി തന്നെ ഈ മഴ പെയ്യുന്നുണ്ട്. ആ ഒരു മഴയിലാണ് ഇന്നലെ വൈക്കം ക്ഷേത്രത്തിലെ ഭീമൻ ആൽമരം, വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽമരമാണ് ഇത്തരത്തിൽ നിലം പൊത്തിയത്. ആൽത്തറയ്ക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വേരടക്കം പിഴുത് നിലം പൊത്തുകയായിരുന്നു ഈ ആൽമരം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ആനക്കൊട്ടിലടക്കം വെള്ളം കയറിയിരുന്നു. ആ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ആനക്കൊട്ടിലും എല്ലാം നിറച്ചും വെള്ളം കെട്ടിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിൽ കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ഓടുകളും പറന്നു പോയിരുന്നു. മാധു, ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഭീമൻ ആൽമരമാണ് അവിടെ നിലം പൊത്തിയത്. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടവും